നിങ്ങൾ മറ്റേ ഒരു അതിന്റെ ബാക്കിയുള്ള പ്രതീക്ഷ അത് ഇവിടെ കിട്ടില്ല. അത് വല്ല വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ചാനലിൽ വേണേൽ കിട്ടും. പക്ഷെ ഞാൻ ഇതിന്റെ കുറച്ച് പ്രാക്ടിക്കൽ വശങ്ങൾ പറഞ്ഞുതരാം. നിങ്ങളൊരു ഇനീഷ്യൽ ലെവൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ വൈ യു ഷുഡ് ചൂസ് ദിസ് iPhone 13 ഓർ 200 MP പ്രൊഫഷണൽ ക്യാമറ. ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണെങ്കിൽ ഇതിന്റെ നമ്മൾ സെറ്റപ്പ് ചെയ്യുന്ന ഒരു സൈഡ്, അതായത് നിങ്ങളിപ്പോ ഒരു ക്യാമറ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യണം, അപ്പറേച്ചർ സെറ്റ് ചെയ്യണം, കോൺട്രാസ്റ്റ്, വൈറ്റ് ബാലൻസ്, ഗ്രിഡ്, അത് ഇത് ഫോക്കസിങ്, അങ്ങനെ ഒരുപാട് സെറ്റപ്പ് പ്രൊഫഷണൽ ക്യാമറയിൽ നിങ്ങൾ ചെയ്യേണ്ടി വരും. ഈ ഫോൺ ഇങ്ങനെ എടുക്കുക, ഈ ഒരു ബാക്ക് സ്വൈപ്പ് ചെയ്യുക, ഇങ്ങനെ വെക്കുക, വീഡിയോ മോഡ് ഓൺ. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫോക്കസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. പിന്നെ നിങ്ങൾ പ്രൊഫഷണൽ ലെവലാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലും ഒരുപാട് സെറ്റിങ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഒരു പ്രൊഫഷണൽ ക്യാമറയാണ് എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങൾ മേടിക്കേണ്ടി വരും. നിങ്ങൾ എത്ര ദൂരെ നിന്നിട്ടാണോ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പല വരുന്ന ലെൻസുകൾ വേണ്ടി വരും. 50mm തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അവിടെ നിന്ന് അങ്ങോട്ട് ഏത് ലെൻസ്, മാക്രോ, മൈക്രോ, അങ്ങനെ ഒരുപാട് ലെൻസസ് ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മേടിക്കേണ്ടി വരും. അതേപോലെ അത് സെറ്റ് ചെയ്യാനും ലൈറ്റിങ് സെറ്റ് ചെയ്യാനൊക്കെ ഒരുപാട് നിങ്ങൾ പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലും അടിപൊളിയായിട്ടുള്ള ഫുട്ടേജ് കിട്ടും, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു ഇനീഷ്യൽ ലെവൽ കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇതൊരു ബിഗിനർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതൊക്കെ സെറ്റപ്പ് ചെയ്തെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഫോൺ ഇങ്ങനെ വെച്ചിട്ട് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാനായിട്ട് അതിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിനും കുറച്ച് എഫേർട്ട് കുറവാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഒരു മടി ഒരു ലെവലിൽ നിന്ന് തുടങ്ങുകയാണ്, അല്ലെങ്കിൽ തുടക്കക്കാരനാണ്, നിങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഒരു വലിയൊരു ഫ്രിക്ഷൻ അവിടെ ഉണ്ടാവും. അപ്പൊ അത് കുറയ്ക്കാനായിട്ട് ഫോൺ തന്നെയാണ് ബെറ്റർ. സെക്കൻഡ്, ഇത് കെയർ ചെയ്യുന്ന കാര്യം. മീൻസ് നമ്മളിപ്പോ ഒരു ക്യാമറ മേടിച്ച് കഴിഞ്ഞാൽ നല്ല മെയിൻ്റെനൻസ് ഉണ്ട്. ക്ലീൻ ചെയ്ത് കൊണ്ട് നടക്കണം, താഴെ വീഴാൻ പാടില്ല, വെള്ളമാവാൻ പാടില്ല, പൂപ്പല്, ഡസ്റ്റ്, അത് ഇത്, അങ്ങനെ ഒരുപാട് സംഭവമുണ്ട്. ക്യാരി കേസ് വേണം. പിന്നെ ഈ വരുന്ന ലെൻസുകൾ ഉണ്ടാക്കാനും ഇത് ഭയങ്കര ഹെവിയാണ്. പിന്നെ നമ്മൾ എവിടെയും വ്ളോഗ് ചെയ്യാനൊക്കെ ഈ വലിയ സെറ്റപ്പ് ഒന്നായിട്ട് ഇങ്ങനെ പിടിച്ചു പോകുന്നു, ഈ ഒരു ഫോൺ ഇങ്ങനെ പിടിച്ചു പോകുന്നു, നമ്മളുടെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ അറിയാം. അപ്പൊ അവർ കെയർ ചെയ്തുകൊണ്ട് നടക്കാനും ക്യാരി ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, പിന്നെ ഈ പറഞ്ഞ രീതിയിൽ ആ ലെൻസും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള കോസ്റ്റ്, പിന്നെ ഫോൺ മീൻസ് നിങ്ങൾക്ക് കോൾ അറ്റൻഡ് ചെയ്യാം, ഫോണ് മീൻസ് ക്യാമറ ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെ എല്ലാ സാധനങ്ങളും. ഇറ്റ് മീൻസ് എ ഫോൺ ആൻഡ് ക്യാമറ ഓൾസോ. മറ്റത് നമുക്ക് ഈ ക്യാമറ മാത്രമാണ്, ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം, അത്രയുള്ള അതിന്റെ പേർപ്പസ്. സോ ഇപ്പോൾ ഫോൺ മീൻസ് ഫോൺ ആൻഡ് ക്യാമറ മീൻസ് ക്യാമറ ഓൺലി. അപ്പൊ നിങ്ങൾ ഒരു ബിഗിനർ ലെവൽ കോണ്ടന്റ് ക്രിയേറ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് ഫോൺ ആയിരിക്കും ബെറ്റർ. നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് നല്ല അടിപൊളിയായിട്ട് കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാം. സോണീന്റെ ക്യാമറാസ് ഉണ്ട്, പിന്നെ ഫുജിമാന്റെ ക്യാമറാസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ക്യാമറാസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേർപ്പസ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ.